ഇതൊരു ചെറിയ വ്ളോഗ് എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. നമ്മൾ 220 അങ്ങനെ കുറേ ദിവസമായിട്ട് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് എടുക്കണം, സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് അവസ്ഥ എന്ന് നോക്കണം. അങ്ങനെ ആദ്യം വണ്ടി ബാക്ക് സൈഡിൽ നിന്ന് എടുത്തിട്ട് നമുക്കതിൻ്റെ ബാറ്ററിയാണ് ഇഷ്യൂ. അപ്പം ബാറ്ററി ഒന്ന് ചാർജിന് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കണം. ഫുള്ള് സേഫായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അകത്ത് ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. നല്ല വെൽ പാക്കാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 4 മാസത്തോളമായി ഇങ്ങനെ വെച്ചിട്ട്. ബാക്കിയുള്ള പണിയെല്ലാം തീർത്ത് വെച്ചപ്പോഴാണ് ബാറ്ററിക്ക് പണി കിട്ടിയത്. ഇനിയിപ്പം ബാറ്ററി എടുക്കണം. ഇൻഷുറൻസും തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഓൾറെഡി ഇതിൻ്റെ ടാങ്ക്, ചെയിൻ സ്പ്രോക്കറ്റ്, 2 ടയറ്, ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ അസംബ്ലി ഇതൊക്കെ നമ്മൾ പുതിയ മാറ്റിയതാണ്. അതുകൊണ്ട് അതിനൊന്നും വേറെ വർക്കൊന്നും എടുക്കാനില്ല. പിന്നെ ഹെഡ് ഇളക്കി പണിഞ്ഞിട്ടുണ്ടായിരുന്നു. പിഞ്ചിനൊക്കെ സ്മൂത്താണ്. ഇപ്പം ബാറ്ററിയുടെയാണ് ഇഷ്യൂ. ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. ബാറ്ററി ഒരു പ്രാവശ്യം റീപ്ലേസ് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ആമറോണിൻ്റെ ബാറ്ററി അല്ല, എക്സൈഡിൻ്റെയാണ് ഇരിക്കുന്നത്. അതാണൊരു പ്രശ്നം. ഇതാണ് വണ്ടിയുടെ ഒരു വ്യൂ. നമ്മളങ്ങനെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഫുള്ള് പൂപ്പലാണ്. ഒരു ചിലന്തി കിട്ടിയിട്ടുണ്ട് വണ്ടിക്കകത്തുനിന്ന്. പാമ്പൊന്നും കിട്ടാത്ത ഭാഗ്യം. ചിലന്തിയിൽ ഒതുങ്ങി. അങ്ങനെ അത്യാവശ്യം വലിയ ചിലന്തിയാണ്. അങ്ങനെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ള് പൂപ്പ് പിടിച്ച് ഈർപ്പം കാരണം സീറ്റും ടയറും ഒക്കെ പൂപ്പാണ്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇനി വണ്ടി ഒന്ന് ആദ്യം ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കണം. ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കാം. അങ്ങനെ കഴുകി കഴിഞ്ഞപ്പം വണ്ടി ഏകദേശം ക്ലീനായി. നേരത്തെ പോലെ തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ പരിപാടി എടുത്ത് നോക്കണം. വേറെ ചെളിയൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്താണ് വണ്ടി വെച്ചിരുന്നത്. ഇരുന്ന് കിട്ടിയ ആ ഫംഗസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നല്ല ഈർപ്പമുള്ള സ്ഥലമായതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഫ്രണ്ട് എയർ എന്ന് പറഞ്ഞ സാധനം തീരെയില്ല. അപ്പം എങ്ങനെയെങ്കിലും എയർ അടിക്കാൻ നോക്കണം. നമ്മുടെ വീട്ടിൽ വന്നൊരു പൂച്ചയാണ്, പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാറ്ററി ഓൾറെഡി ഇളക്കി ഇട്ടേക്കുമായിരുന്നു. കാരണം ഫുൾ ഡൗൺ ആയിപ്പോയി ഓൾറെഡി. അപ്പം ചുമ്മാ കണക്ഷൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇളക്കിയിട്ടതാണ്. ആ ബാറ്ററി എങ്ങനെ ഇളക്കിയെടുക്കാം. അങ്ങനെ ബാറ്ററി ചാർജിന് കൊടുത്തു. ചാർജ് കയറിയെന്ന് പറഞ്ഞു. ബാറ്ററി കൊണ്ട് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. വണ്ടി ഇവിടെ നിന്ന് ഇറക്കാനൊരു ടാസ്ക്കാണ്. ബാക്കിലാണ് വെച്ചിരിക്കുന്നത്. ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ വണ്ടി ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഇനി എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് ഇറക്കാൻ. നമുക്ക് ആദ്യം ഒരു വണ്ടി ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ട് ബാക്കിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ഈ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഇറങ്ങി വരും. അപ്പം നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ടാക്കാം. ആക്കിയിട്ട് ബൈക്ക് ഇങ്ങോട്ട് ഇറക്കാം. ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇനി ഇട്ടിട്ടില്ല വീഡിയോ, ഇടാം നമുക്ക്. അങ്ങനെ വണ്ടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി മുമ്പിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ 4 മാസത്തിന് ശേഷം വണ്ടി പുറത്തോട്ട് വരുവാണ്. ബാറ്ററിയൊക്കെ വെച്ച് സെറ്റാക്കി ഇനി പുറത്തോട്ട് എടുത്തിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം സെറ്റായി വണ്ടി പുറത്തോട്ട് എടുത്തിട്ടുണ്ട്.
ടയർ എയർ എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ല. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം. വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല വണ്ടിക്ക്, ഓക്കെയാണ്. അങ്ങനെ കീ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓക്കെ, പവർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ സെൽഫ് വർക്കാവുന്നില്ല. സ്റ്റാർട്ടാക്കാനായിട്ട് ചെറിയ എടുക്കുന്നില്ല, തീരെ സെൽഫ് എടുക്കുന്നില്ല. ഈ ലാസ്റ്റ് ഒതുക്കിച്ചപ്പോൾ ഈ ഒരു സെയിം ഇഷ്യൂ ആയിരുന്നു. ബാറ്ററി ഇറങ്ങിപ്പോയെന്നാണ് വിചാരിച്ചത്, പക്ഷെ ബാറ്ററി കൊണ്ട് വെച്ചപ്പോഴും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ അതിനുശേഷം നമ്മൾ 220 എടുത്തു. എങ്ങനെയൊക്കെയോ നമ്മളത് വർക്ക്ഷോപ്പല്ല, എയർ അടിക്കുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട് നമ്മൾ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ എത്തിച്ചു. ഫ്രണ്ട് ടയറിൽ എയർ നിറച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എൻ്റെ സെൽഫിൻ്റെ ഇഷ്യൂ അങ്ങ് സോൾവ് ആക്കി വണ്ടി യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ വണ്ടി എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടറിയാം. കൂടുതലും ഞാൻ ലോങ് ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 220 ആണ്. അപ്പം 4 മാസമായിട്ട് ലോങ് ഒന്നും അതിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയപ്പം അവിടെ ടൈം ഇല്ലായിരുന്നു പുള്ളിക്ക് ആക്ച്വലി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് എടുത്തപ്പോഴത്തേക്കും സെൽഫ് എടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സെൽഫ് എടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു വിഷയമായിട്ട് വണ്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് സെൽഫ് റെഡിയാക്കി ഇൻഷുറൻസ് കൂടെ എടുക്കാം എന്നുള്ള രീതിയിൽ എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴാണ് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പം പിന്നെയും സെൽഫ് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആക്ച്വലി ആ ബാറ്ററി ഡ്രെയിനായി പോയിട്ടുണ്ടായിരുന്നു. ചാർജായി കൊണ്ടുവച്ച് വണ്ടി ഓടിക്കുന്ന സമയത്തും ഈ ഹോണ് അടിക്കാൻ നേരത്ത് ഒരു സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബാറ്ററി ഇഷ്യൂ ആണോന്ന്. പക്ഷേ ബാറ്ററി ചാർജ് ചെയ്ത സ്ഥലത്ത് ബാറ്ററി ഫുൾ ചാർജായി എന്ന് പറയാണ് തന്നത്. ഇനിയിപ്പം പുതിയ ബാറ്ററി വാങ്ങിച്ച് വെക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി വാങ്ങിച്ച് വെച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ അത് ആക്ച്വലി സെൽഫിൻ്റെ ഇഷ്യൂ തന്നെയാണോ അതോ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിരുന്നത് കൊണ്ട് സെൽഫ് എടുക്കാത്തതായിരുന്നു എന്നുള്ളത്. കാര്യം മുന്നേ ഞാൻ വണ്ടി ഒരു 3-4 വർഷം മുന്നേ എൻ്റെ ബാറ്ററി ടെർമിനൽ ചെറുതായിട്ട് ലൂസ് ആയിരുന്ന സമയത്ത് ഈ സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം വർക്ക് ചെയ്യുമായിരുന്നു, സെൽഫ് എടുക്കുന്നില്ലായിരുന്നു. അതപ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ അവർ ടൈറ്റ് ചെയ്ത് വെച്ചപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 220-ക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയിൽ പ്രോപ്പർ പക്ക ചാർജ് ഇല്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കണക്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സെൽഫ് എടുക്കത്തില്ല, ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെ പിന്നെയും പണി കിട്ടി, വണ്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും ഉടനെ തന്നെ പുതിയ ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അത് വീഡിയോ ചെയ്യാം. അപ്പം ഇത്രയായിരുന്നു ആ വീഡിയോയുടെ കൺക്ലൂഷൻ. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വേറെ പുതിയ വീഡിയോസ് വരും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ എഡിറ്റിംഗ് പ്രശ്നവും എല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പം താങ്ക് യു.